നിതിൻ രാജിന്റെ മരണത്തിൽ ഡോക്ടർ റാമിനെ അറസ്റ്റ് ചെയ്യാത്തതിൽ അതൃപ്തി പ്രകടമാക്കി ഹൈക്കോടതി. സുപ്രീം കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചിട്ടും റാമിനെ അറസ്റ്റ് ചെയ്യാത്തതിലാണ് അതൃപ്തി പ്രകടമാക്കിയത്. കോടതി എന്തുകൊണ്ട് പോലീസിന് റാമിനെ അറസ്റ്റ് ചെയ്യാൻ കൈവിറയ്ക്കുന്നുവെന്ന് ജസ്റ്റിസ് ബദറുദ്ദീൻ ചോദിച്ചു. സാലി മുഹമ്മദ് തന്നെയാണ് കൊച്ചിയിൽ നിന്ന് ചേരുന്നത്. സാലി, കഴിഞ്ഞ ദിവസമാണ് റാമിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീം കോടതി തള്ളിയത്. അതിനു പിന്നാലെയും റാമിനെക്കുറിച്ച് ഒരു വിവരവും ലഭിക്കുന്നില്ല എന്നാണ് പോലീസിന്റെ അടക്കം വിശദീകരണം. എന്തൊക്കെയാണ് ഹൈക്കോടതിയുടെ വിമർശനങ്ങൾ? അത് മറ്റൊരു കേസ് പരിഗണിക്കുകയായിരുന്നു കോടതി. ജസ്റ്റിസ് എ ബദറുദ്ദീൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിലാണ് ഈ കേസ് എത്തുന്നത്. അപ്പോൾ കോടതി ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ ഇങ്ങനെ ചോദ്യം ചോദിക്കുകയാണ്, റാമിനെ അറസ്റ്റ് ചെയ്തോ? റാമിനെ അറസ്റ്റ് ചെയ്തില്ല എന്ന് കോടതിക്ക് അറിയാം. കോടതി ചോദിക്കുന്നത് തലശ്ശേരി കോടതി, കേരള ഹൈക്കോടതി, സുപ്രീം കോടതി, ഈ 3 കോടതികളും ഇയാളുടെ ജാമ്യാപേക്ഷ തള്ളിയതാണ്, മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതാണ്. പിന്നെ എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യാൻ മടി എന്നതാണ് കോടതിയുടെ ചോദ്യം. അതായത് കടുത്ത അതൃപ്തി കോടതി പ്രകടിപ്പിച്ചു. പോലീസിന് 2 നീതിയാണ് എന്നാണ് ജസ്റ്റിസ് ബദറുദ്ദീൻ പറഞ്ഞത്. എന്തുകൊണ്ടാണ് ഇയാളെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് കൈവിറയ്ക്കുന്നത് എന്നതാണ് കോടതി ഉന്നയിച്ച മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം. ഏതായാലും ഈ വിഷയത്തിൽ കടുത്ത വിമർശനം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഒരു കേസുമേ ആയിരുന്നില്ല, മറ്റൊരു കേസ് പരിഗണിക്കുമ്പോഴാണ് കോടതി ഈ അതൃപ്തി പ്രകടിപ്പിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഇപ്പോഴും പോലീസ് റാമിനെ അറസ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടില്ല, അറസ്റ്റിലേക്ക് എത്തിയിട്ടുമില്ല. അതാണ് കോടതിയെ ചൊടിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് വസ്തുത. ശരി, എന്തായാലും സുപ്രീം കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിട്ടും റാമിനെക്കുറിച്ച് ഒരു വിവരവും ലഭിക്കുന്നില്ല. റാമിനെ അറസ്റ്റ് ചെയ്യാൻ ഇനിയും തയ്യാറാവാത്ത പോലീസിനെതിരെ, കണ്ടെത്താൻ പോലും സാധിക്കുന്നില്ല എന്ന പോലീസിൻ്റെ ആ ഒരു വാദത്തിനെതിരെയാണ് സുപ്രീം കോടതിയിൽ ഏറ്റ തിരിച്ചടിക്ക് പിന്നാലെ ഇപ്പോൾ ഇതാ ഹൈക്കോടതി കൂടി രംഗത്തെത്തിയിരിക്കുന്നത്. സാലി മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്.